ഹായ് ഫ്രണ്ട്സ്, ആഞ്ജനേയ ടെക് അക്കാഡമിക്സിന്റെ ഓൺലൈൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. മൈ നെയിം ഇസ് വിഷ്ണുജി രഞ്ജിത്ത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കോഡിലൂടെയും കണക്ഷനിലൂടെയും സെറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് പോകുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇന്ത്യയിലെ ആരാധനാലയങ്ങളും ഇന്ത്യയിൽ നിന്നും ചോദിക്കാറുള്ള പാലസുകളും. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആരാധനാലയങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും ടെമ്പിൾസ് ചോദിക്കാറുണ്ട്, ചർച്ചുകൾ ചോദിക്കാറുണ്ട്, മോസ്കുകൾ ചോദിക്കാറുണ്ട്, പിന്നെ പാലസ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പാലസുകളും തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കാറുണ്ട്. എങ്കിൽ നമുക്ക് ഒരു കൺഫ്യൂഷനും കൂടാതെ കോഡിലൂടെ നല്ല നല്ല കണക്ഷനിലൂടെ തന്നെ സെറ്റ് ചെയ്ത് ഈ ക്ലാസ് കൊണ്ട് തന്നെ അത് പഠിച്ച് തീർക്കാം. ഇനി നിങ്ങൾക്ക് ഈ മാർക്ക് മിസ്സാകത്തില്ല. അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞങ്ങൾ ചെയ്യുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ ക്ലാസ്സുകൾ റെഗുലറായിട്ട് നിങ്ങളിലേക്ക് എത്തുവാനായിട്ട് ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യൂ. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും, അവിടെ ജോയിൻ ചെയ്തോളൂ. ഈ ക്ലാസ്സിന്റെയൊക്കെ നോട്ട് വേണമെന്നുണ്ട് എങ്കിൽ അവിടെ പറഞ്ഞാൽ മതി, ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. അത് മാത്രമല്ല, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാറുള്ള എല്ലാ ക്ലാസ്സിന്റെയും വീഡിയോയുടെ ലിങ്ക് ഞാൻ അവിടെയും ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് മിസ്സാകത്തില്ല. എങ്കിൽ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പൊ ആദ്യം നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് മഹാബോധി ടെമ്പിൾ. അത് സ്ഥിതി ചെയ്യുന്നത് ബോധ്ഗയ. അതിൽ തന്നെയുണ്ട് ബോധി, ബോധം. ഓക്കെ, ശ്രീബുദ്ധന് ബോധോദയം ലഭിച്ച സ്ഥലം ഏത് എന്ന് ചോദിച്ചാൽ അത് ബോധ്ഗയയാണ്. അപ്പോ അതുമായി ബന്ധപ്പെട്ട് അവിടെയാണ് മഹാബോധി ടെമ്പിൾ. അദ്ദേഹത്തിന് മഹാബോധം ലഭിച്ചതും അവിടെയാണ്. ഇത് ബീഹാർ സ്റ്റേറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. സ്റ്റേറ്റ് കണക്ട് ചെയ്യാൻ ഇങ്ങനെയും ഓർത്തോളൂ. ഒരാളുടെ ബോധം പോകുന്നത് എപ്പോഴാണ്? ബീർ കഴിക്കുമ്പോൾ അല്ലേ? അപ്പൊ ബീഹാർ എന്നാൽ ബീർ എന്നും ഓർത്തോളൂ. ബീർ കഴിച്ചാൽ മഹാബോധം പോവും. അങ്ങനെ കോഡിന് വേണ്ടി കണക്ട് ചെയ്തോളൂ. എങ്കിൽ വെങ്കടേശ്വര ടെമ്പിള് അത് തിരുപ്പതിയിലാണ്, ആന്ധ്രാപ്രദേശിലാണ്. ഇങ്ങനെ കണക്ട് ചെയ്താൽ മതിയാകും. ഒരു പാട്ടുണ്ട്, തിരുപ്പതി എഴുമല വെങ്കടേശ. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അതിൽ തന്നെ ഉണ്ട് തിരുപ്പതി. സ്റ്റേറ്റ് ഏത് എന്ന് ചോദിച്ചാൽ ആന്ധ്രാപ്രദേശ്. ഒരു ഡെയിലി വരുമാനം ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന ഇന്ത്യയിലെ ക്ഷേത്രം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തിരുപ്പതി വെങ്കടേശ്വര ടെമ്പിൾ ആണ്. ആൾക്കാർ ബിസിനസ് തുടങ്ങുമ്പോഴത്തേക്കും അതിൽ ലാഭത്തിന്റെ ഇത്ര പങ്ക് വെങ്കടേശ്വരൻ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും അവര് നേർച്ച നേർന്ന് ബിസിനസ് തുടങ്ങുന്നത്. അപ്പൊ അവർ ലാഭം കിട്ടുമ്പോഴത്തേക്കും കൊണ്ടിടുകയും ചെയ്യും. അപ്പൊ അത്രയും കാശാണ്. അപ്പൊ സാധാരണ പ്രദേശത്തൊന്നും അത് വയ്ക്കാനായിട്ട് പറ്റത്തില്ല. അന്തരത്തിലോട്ടുള്ള പ്രദേശത്തോട്ട് മാറ്റി വേണം വയ്ക്കാൻ, അല്ലെങ്കിൽ കാശ് അടിച്ചുകൊണ്ട് പോകും. അതാണ് ആന്ധ്രാപ്രദേശ്. അങ്ങനെ കണക്ട് ചെയ്തോളൂ. വെങ്കടേശ്വര ടെമ്പിൾ ആന്ധ്രാപ്രദേശ്. എങ്കിൽ ഗോൾഡൻ ടെമ്പിൾ അമൃതസറാണ്, പഞ്ചാബാണ്. ഗോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അമൃത് പോലെ വിലപ്പെട്ടതാണ് അല്ലേ? അമൃത് ഒരിക്കൽ കുടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജീവൻ പോവില്ല, മൃഗസഞ്ജീവനി എന്നൊക്കെ അല്ലേ പറയുന്നത്. അപ്പൊ ഗോൾഡും അങ്ങനെയാണ്. അങ്ങനെ കണക്ട് ചെയ്തോളൂ. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ഒക്കെ അവിടെയാണ് അരങ്ങേറിയത്. പഞ്ചാബിലെ സുവർണ ക്ഷേത്രമൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. എങ്കിൽ ഗോമാതേശ്വര ടെമ്പിള്, മുരുടേശ്വര ടെമ്പിള്, ഹൊയ്സാലേശ്വര ടെമ്പിള്, ഈ മൂന്ന് ഈശ്വരന്മാരും എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കർണാടകയിലാണ്. ഇങ്ങനെ ഓർത്താൽ മതി. ഗോമാതേശ്വര, മുരുടേശ്വര, ഹൊയ് ഈശ്വര എന്ന് വിളിക്കുമ്പോഴത്തേക്കും കർണം കൊണ്ടായിരിക്കും കേൾക്കുന്നത്. അതാണ് കർണാടക. അങ്ങനെ ഓർത്തോളൂ. ഈ ഗോമാതേശ്വര ടെമ്പിളിലാണ് ബാഹുബലിയുടെ പ്രതിമയുള്ളത്. അപ്പോ ഗോമാതേശ്വരനെ സംരക്ഷിക്കുന്നത് ബാഹുബലിയാണ്, മഹാബലവാനാണെന്ന് കൂടെ ഓർത്തോളൂ. യെസ്, ശ്രാവണ ബലഗോളയിലാണ് കർണാടകയിലെ ഗോമാതേശ്വര ടെമ്പിള് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെയും കണക്ട് ചെയ്തോളൂ. എങ്കിൽ കാമാഖ്യ ടെമ്പിള് അസമിലാണ്. ഇങ്ങനെ ഓർത്താൽ മതി. എല്ലാവരെയും കാമാക്കിയാൽ അല്ലെ, ആ ടെമ്പിളിൽ പോയി കഴിഞ്ഞാൽ എല്ലാവരും കാമാവും. അപ്പോ സമത്വം നിലനിൽക്കും. അപ്പൊ കാമാക്കിയ, എല്ലാവരെയും കാമാക്കിയാൽ അസമത്വം മാറും എന്ന് ഓർത്തോളൂ. അത് അസമിലാണ് സ്ഥിതി ചെയ്യുന്നത്. എങ്കിൽ ഖജുരാഹോ ടെമ്പിള് മധ്യപ്രദേശിലാണ്. ഇങ്ങനെ ഓർത്താൽ മതി. ഖജുരാഹോ എന്നാൽ ഹാജരാവൂ എന്നോർത്തോളൂ. എവിടെ ഹാജരാവണം? മധ്യപ്രദേശത്ത്. ആ ഖജുരാഹോ ടെമ്പിളിൽ പോയി കഴിഞ്ഞാൽ മധ്യപ്രദേശത്ത് ഹാജരാവണം എന്ന് ഓർത്തോളൂ. ഓക്കെ. എങ്കിൽ വീരുപക്ഷ ടെമ്പിള് ഹംപിയാണ്. വീരന്മാരുടെ പക്ഷത്ത് നിൽക്കുന്നത് ആര് എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും പറയും അത് തമ്പിയാണ്, അത് നമ്മുടെ തമ്പിയാണ്. വേലുത്തമ്പി തിളവയൊക്കെ അങ്ങനെയല്ലേ, വീരന്മാരുടെ പക്ഷത്തായിരുന്നു. അങ്ങനെ കണക്ട് ചെയ്തോളൂ. വീരന്മാരുടെ പക്ഷത്ത് നിൽക്കുന്നത് തമ്പിയാണ്. അപ്പൊ അതേപോലത്തെ പേരാണ് ഹംപി, കർണാടക. ഓക്കെ അല്ലേ? എങ്കിൽ അമർനാഥ് ടെമ്പിള് ജമ്മു ആൻഡ് കാശ്മീർ ആണ്. പാകിസ്ഥാനിൽ നിന്നൊക്കെ ധാരാളം ഭീകരന്മാര് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറി ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പൊ അവരെയൊക്കെ അമർച്ച ചെയ്യാൻ സഹായിക്കുന്നത്, മിലിറ്ററിക്കാർ സഹായിക്കുന്നത് ഈ അമർനാഥ് ടെമ്പിളിന്റെ നാഥനാണ് എന്നോർത്തോളൂ. അങ്ങനെ കണക്ട് ചെയ്യാം. അമർനാഥ്, അമർച്ച ചെയ്യാനായിട്ട് സഹായിക്കുന്ന ആൾ. എവിടെയാണ് അമർച്ച ചെയ്യേണ്ടത് ഭീകരവാദികളെ? ജമ്മു ആൻഡ് കാശ്മീർ. ഓക്കെ അല്ലേ? എങ്കിൽ ലോട്ടസ് ടെമ്പിള് ഡൽഹിയിലാണ്. ഡൽഹി ഇപ്പൊ ഭരിക്കുന്നത് ആരാണ്? BJP ആണ്. BJPയുടെ ചിഹ്നം വന്നിട്ട് താമരയല്ലേ? അപ്പൊ ഡൽഹിയില് ഇപ്പൊ താമര വിരിഞ്ഞു എന്നോർത്തോളൂ. ലോട്ടസ് ടെമ്പിള്. അത് മാത്രമല്ല, കേന്ദ്ര സർക്കാരൊക്കെ ഭരിക്കുന്ന അവിടെയാണ്. കേന്ദ്രത്തിൽ ഇപ്പോ BJP ആണ്. അവരുടെ ചിഹ്നവും വന്നിട്ട് ലോട്ടസ് ആണ്. അങ്ങനെയും ഓർത്തോളൂ. ലോട്ടസ് ടെമ്പിള്. ലോട്ടസ് എന്താണ് ചിഹ്നമായിട്ടുള്ള
പാർട്ടി ഭരിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൽഹിയാണ്. അപ്പൊ അവിടെയാണ് ലോട്ടസ് ടെമ്പിളും സ്ഥിതി ചെയ്യുന്നത്. എങ്കിൽ സോമനാഥ ടെമ്പിള് ഗുജറാത്ത് ആണ്. സോമനാഥൻ ഗുജറാത്തിൽ, ഒരു റാത്ത് നാഥ് അങ്ങനെ ഉണ്ട്, അങ്ങനെ ഓർക്കാം. സോമനാഥ് ഗുജറാത്ത്, അങ്ങനെ കണക്ട് ചെയ്യാമല്ലോ. എങ്കിൽ വൈഷ്ണവോ ദേവി ടെമ്പിൾ സ്ഥിതി ചെയ്യുന്ന എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജമ്മു ആൻഡ് കാശ്മീർ ആണ്. ഇങ്ങനെ ഓർത്താൽ മതി. വിഷ്ണുവിനെയും ദേവിയെയും ഒരുമിച്ച് കാണണമെന്നുണ്ടെങ്കിൽ കാശ് കൊടുക്കണം, അതാണ് കാശ്മീർ. അപ്പൊ ജമ്മു ആൻഡ് കാശ്മീർ, വൈഷ്ണവോ ദേവി ടെമ്പിള് ഇങ്ങനെ ഓർത്തോളൂ. വിഷ്ണുവിനെയും ദേവിയെയും ഒരുമിച്ച് കാണണം എന്നുണ്ടെങ്കിൽ ജമ്മുവിൽ പോയി കാശ് കൊടുത്താലേ പറ്റുള്ളൂ, ജമ്മു ആൻഡ് കാശ്മീർ. അല്ലെങ്കിൽ കാശ് കൊടുത്തില്ലെങ്കിൽ ഒന്നുകിൽ വിഷ്ണുവിനെ മാത്രം അല്ലെങ്കിൽ ദേവിയെ മാത്രം. വിഷ്ണുവിനെയും ദേവിയെ ഒരുമിച്ച് കാണണമെന്നുണ്ടെങ്കിൽ കാശ് കൊടുക്കണം, അതാണ് കാശ്മീർ. എങ്കിൽ പത്മനാഭ സ്വാമി ടെമ്പിള് നിങ്ങൾക്കറിയായിരിക്കും, തിരുവനന്തപുരം. പത്മനാഭൻ തിരുവനന്തപുരം, നിങ്ങൾക്കറിയാം അനന്ത പത്മനാഭൻ എന്നാണ് പറയുന്നത്. ആ തിരുവനന്തപുരം പേരിൽ തന്നെ ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ടൊക്കെ കണക്ട് ചെയ്തോളൂ, പറയേണ്ട കാര്യമൊന്നുമില്ല. എങ്കിൽ ദിൽവാര ടെമ്പിള് രാജസ്ഥാനാണ്. ആരുടെ ദില്ല് എന്ന് ചോദിക്കും, അത് രാജാവിന്റെ ദില്ല്. ദില്ലെന്നാൽ മനസ്സെന്നല്ലേ, രാജാവിന്റെ ദില്ല് നല്ലതാണ് എന്നോർത്തോളൂ, അതാണ് ദിൽവാര ടെമ്പിള് രാജസ്ഥാനാണ്. എങ്കിൽ കൊണാർക്ക് സൺ ടെമ്പിള് ഒഡീഷയാണ്. ഹിന്ദുക്കളിലൊക്കെ പലരും വന്നിട്ട് ഈ രാവിലെ വന്നിട്ട് സൂര്യ നമസ്കാരമൊക്കെ ചെയ്യുമല്ലോ. അപ്പൊ അവിടെ കൊണാർക്കിലെ സണ്ണിനെ നമസ്കരിക്കാൻ എല്ലാവരും ഓടിപ്പോകും എന്നോർത്തോളൂ, അതാണ് കൊണാർക്ക് സൺ ടെമ്പിള് ഒഡീഷ. അങ്ങനെ കണക്ട് ചെയ്യണം, സണ്ണിനെ പ്രാർത്ഥിക്കാൻ ഓടിപ്പോകും. എങ്കിൽ ബൃഹദേശ്വര ടെമ്പിള് സ്ഥിതി ചെയ്യുന്ന എവിടെ എന്ന് ചോദിക്കും, അത് തഞ്ചാവൂരാണ്, തമിഴ്നാടാണ്. ഇന്ത്യയിലെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ആണ്, ഏറ്റവും വലുതല്ല, വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ്. അപ്പൊ ഭയങ്കര ബൃഹത്തായിരിക്കും. അപ്പൊ അത് ഏത് നാട്ടിലെ ഏത് ഊരിലാണ് ഇത്രയും ബൃഹത്തായ ക്ഷേത്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തമിഴ്നാട്ടിലെ തഞ്ചാവൂരിലാണ് ഇത്രയും ബൃഹത്തായിട്ടുള്ള ക്ഷേത്രം. ഇത്രയും ബൃഹത്തായിട്ടുള്ള ക്ഷേത്രം ആരാണ് പണിഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രാജരാജ ചോളനാണ്. രാജരാജനെ കൊണ്ടേ ഇത്രയും ബൃഹത്തായ ടെമ്പിള് പണിയാൻ പറ്റൂ എന്നോർത്തോളൂ. അപ്പൊ ബൃഹദേശ്വര ടെമ്പിള് ഏത് നാട്ടിലെ ഏതൂര്, തമിഴ്നാട്ടിലെ തഞ്ചാവൂര്, അങ്ങനെ കണക്ട് ചെയ്യാം. എങ്കിൽ ലോകത്ത് തന്നെ ഏറ്റവും വലിയ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അങ്കോർവാത് കംബോഡിയയിലാണ്. ഏറ്റവും വലിയ കോമ്പൗണ്ട് ഉണ്ടെങ്കിലേ ഏറ്റവും വലിയ ക്ഷേത്രം പണിയാൻ പറ്റൂ എന്നോർത്തോളൂ, അത് കംബോഡിയ അങ്കോർവാത് ടെമ്പിൾ ആണ്. എങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെമ്പിൾ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശ്രീരംഗം ടെമ്പിൾ ആണ്, തമിഴ്നാട്ടിലാണ് എന്ന് ഓർത്തോളൂ. ബൃഹദേശ്വര വൺ ഓഫ് ദ ലാർജസ്റ്റ് എന്നാണ് ഞാൻ പറഞ്ഞത്. ശ്രീരംഗം ടെമ്പിൾ ആണ് ഏറ്റവും വലിയ ടെമ്പിള്. മഹാനദി സിനിമയിൽ ഒരു പാട്ടൊക്കെ ഉണ്ടല്ലോ, ശ്രീരംഗരംഗനാഥനിൻ നാമം, അല്ലെ, അത് തമിഴ് പാട്ടാണ്. അപ്പൊ അത് വെച്ചിട്ട് ശ്രീരംഗം ടെമ്പിള് തമിഴ്നാട്ടിലാണ് എന്നോർത്തോളൂ. എങ്കിൽ നടരാജ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്ന എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും തമിഴ്നാട്ടിലാണ്. നീ നടന്നു പോ രാജ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തമിഴിലല്ലേ പറയുന്നത്. അപ്പൊ അത് വെച്ചിട്ട് ഓർത്തോളൂ, നടരാജ, നടന്നു പോ രാജ, അത് തമിഴാണ്. അവിടെയാണ് പ്രശസ്തമായിട്ടുള്ള നടരാജ വിഗ്രഹമൊക്കെ ഉള്ളത്. ശിവൻ താണ്ഡവം ചെയ്യുന്നത്, രാജശില്പി സിനിമയിൽ ലാലേട്ടനൊക്കെ താണ്ഡവം ചെയ്യുമല്ലോ, അതുപോലെ ശിവൻ താണ്ഡവം ചെയ്യുന്നത്. പണ്ട് ഒരു ജോമെട്രി ബോക്സ് ഉണ്ടായിരുന്നു ഈ നടരാജ എന്ന് പേരുള്ളത്, അതില് 90s കിഡ്സിനൊക്കെ അറിയായിരിക്കും. അതിലും ഇതുപോലെ നടരാജ വിഗ്രഹമുണ്ട്, വളരെ ഫേമസ് ആയിട്ടുള്ള ബോക്സ് ആണ്. അപ്പൊ നടരാജ, നീ നടന്നു പോ രാജ, തമിഴാണ്, അവിടെയാണ് നടരാജ വിഗ്രഹവും ഉള്ളതെന്ന് ഓർത്തോളൂ. എങ്കിൽ മീനാക്ഷി ടെമ്പിള് തമിഴ്നാടാണ്, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. മധുരൈ മീനാക്ഷി ടെമ്പിള് എന്നല്ലേ പറയുന്നത്, മധുരൈ തമിഴ്നാട്ടിലാണ് എന്നും ഓർത്തോളൂ. എങ്കിൽ ജഗന്നാഥൻ ടെമ്പിള് പുരിയാണ്, ഒഡീഷയാണ്. ഇങ്ങനെ ഓർത്താൽ മതി. ആറാം തമ്പുരാനിലെ ലാലേട്ടന്റെ ക്യാരക്ടർ ജഗന്നാഥനാണ്. അപ്പൊ ജഗന്നാഥൻ എല്ലാ ഗുണ്ടകളെയും അതിൽ അടിച്ച് ഓടിക്കും അല്ലേ, കുളപ്പുള്ളി അപ്പനെയൊക്കെ ഓടിച്ചിട്ട് തല്ലുന്നുണ്ട്. അപ്പോ ജഗന്നാഥൻ ഒഡീഷ, എല്ലാരും ഓടിക്കും, അങ്ങനെ കണക്ട് ചെയ്തോളൂ. പുരി ജഗന്നാഥ ടെമ്പിൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ അതിൽ നിന്നും പുരിയും ഓർത്തോളൂ. എങ്കിൽ ഓംകാരേശ്വര ടെമ്പിള് മധ്യപ്രദേശാണ്. ഒരു ഈശ്വരൻ ഓം എന്ന നാമം ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് എവിടെയാണ്? മധ്യത്തിലുള്ള പ്രദേശത്തിരുന്നാണ് അദ്ദേഹം ധ്യാനിക്കുന്നത്. എങ്ങനെയാണ് ആ ഈശ്വരൻ ധ്യാനിക്കുന്നത്? ഓം എന്നാണ്. അതാണ് ഓംകാരേശ്വര ടെമ്പിള് മധ്യപ്രദേശ്. അല്ല എന്നുണ്ടെങ്കിൽ ധ്യാനിക്കുമ്പോഴത്തേക്ക് എപ്പോഴും മധ്യപ്രദേശത്ത് സെൻട്രലിലായിരിക്കുമല്ലോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അത് വെച്ചിട്ടും ഓർത്തോളൂ. എങ്കിൽ ബദ്രിനാഥ് ടെമ്പിള്, കേദാർനാഥ് ടെമ്പിള്, ഈ രണ്ട് ടെമ്പിളും ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇങ്ങനെ ഓർത്തോളൂ. ഉത്തരഖണ്ഡു രണ്ട് നാഥന്മാരെ, അത് ആരൊക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബദ്രിനാഥനെയും കേദാർനാഥനെയുമാണ് ഉത്തര കണ്ടത് എന്ന് ഓർത്തോളൂ. ഉത്തര ബദ്രിനാഥനെ കണ്ടപ്പോഴത്തേക്കും കേദം പറഞ്ഞു എന്നും ഓർത്തോളൂ. അപ്പൊ ബദ്രിനാഥ് കേദാർനാഥ് ഉത്തരാഖണ്ഡാണ്. എങ്കിൽ ഗംഗോത്രി യമുനോത്രിയും എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതും ഉത്തരാഖണ്ഡിലാണ്. ഉത്തര രണ്ട് സ്ത്രീമാരെയും കണ്ടു, അതാണ് ഗംഗോത്രി യമുനോത്രി. അപ്പൊ രണ്ട് നാഥന്മാരെയും ഉത്തര കണ്ടു, രണ്ട് സ്ത്രീമാരെയും കണ്ടു, അത് ഗംഗോത്രി യമുനോത്രി. ബദ്രിനാഥ് കേദാർനാഥാണ്. ഇങ്ങനെ കണക്ട് ചെയ്യാലോ.
എങ്കില് സിദ്ധി വിനായക ടെമ്പിൾ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മഹാരാഷ്ട്രയിലാണ്. മഹാസിദ്ധിയുള്ള വിനായകനുള്ളത് മഹാരാഷ്ട്രയിൽ എന്ന് ഓർത്തോളൂ. സിദ്ധി എന്നാൽ മഹാസിദ്ധൻ എന്നല്ലേ പറയുന്നത്. ആ മഹാ വെച്ചിട്ട് മഹാരാഷ്ട്രയിലാണ് എന്ന് കണക്ട് ചെയ്തോളൂ. എങ്കിൽ കാശി വിശ്വനാഥ ടെമ്പിൾ എവിടെയെന്ന് ചോദിക്കും, അത് ഉത്തർപ്രദേശത്താണ്. ഉത്തർപ്രദേശിലാണ്. കാശുള്ളവർക്കെല്ലാം എന്നിട്ട് ഉത്തരത്തിലായിരിക്കുമല്ലോ പിടി. പണ്ട് എന്നിട്ട് പ്രതാപചന്ദ്രനൊക്കെ പറയുന്ന പോലെ എനിക്കങ്ങ് കേന്ദ്രത്തിൽ കൊണ്ടുവരാ പിടി. അതുപോലെ കാശി എന്നാൽ കാശ് എന്നോർത്തോളൂ. കോർഡിനേറ്റ് കാശി വിശ്വനാഥ ടെമ്പിള്. അപ്പൊ ഉത്തർപ്രദേശത്തിലായിരിക്കും, മുകളിലത്തെ പ്രദേശത്തായിരിക്കും പിടി എന്നോർത്തോളൂ. എങ്കില് അക്ഷർധാം ടെമ്പിൾ, സോറി ഞാനിവിടെ എഴുതാൻ വിട്ടുപോയി. അക്ഷർധാം ടെമ്പിൾ എവിടെയെന്ന് ചോദിക്കും, അത് ന്യൂഡൽഹിയിലാണ്. എല്ലാവരും അക്ഷരങ്ങൾ കൊണ്ട് വാക്പോര് ചെയ്യുന്ന സ്ഥലം, അത് ഇന്ത്യയിലെ പാർലമെന്റ് ആണല്ലേ. അപ്പോ അത് വെച്ചിട്ട് അക്ഷർധാം, പാർലമെന്റിൽ നടക്കുന്ന വാക്പോര് പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ എന്ന് ഓർത്തോളൂ. അത് വെച്ചിട്ട് കണക്ട് ചെയ്തോളൂ. അക്ഷർധാം ന്യൂഡൽഹിയിലാണ്. ന്യൂഡൽഹിയിലല്ലേ പാർലമെന്റ് ഒക്കെ ഇരിക്കുന്നത്. എങ്കിൽ അങ്കലേശ്വര ടെമ്പിൾ എവിടെയെന്ന് ചോദിക്കും, അത് ഗുജറാത്തിലാണ്. ഇങ്ങനെ കോർഡിനേറ്റ് ഇങ്ങനെ ഓർത്തോളൂ. നരേന്ദ്രമോദിയുടെയും ഗാന്ധിജിയുടെയൊക്കെ സ്ഥലം അവിടെയല്ലേ, ഗുജറാത്താണ്. സർദാർ വല്ലഭായ് പട്ടേലിന്റെ ഒക്കെ സ്ഥലം അവിടെയാണ്. അപ്പൊ ഇവരുടെയൊക്കെ അങ്കിൾ എന്ന് ഓർത്താൽ മതി. അതാണ് അങ്കലേശ്വര ടെമ്പിൾ. ഇവരുടെയൊക്കെ അങ്കിൾമാരുള്ളിടത്താണ് അങ്കലേശ്വര ടെമ്പിളും ഉള്ളത്. അത് ഗുജറാത്തിലാണ്. അങ്ങനെ കണക്ട് ചെയ്യാലോ, കോഡിന് വേണ്ടി പറയുന്നതാണ്. എങ്കിൽ 1000 പില്ലർ ടെമ്പിൾ എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആന്ധ്രാപ്രദേശാണ്, ഹാനം കൊണ്ടയിലാണ്. 1000 പില്ലറുള്ള ടെമ്പിൾ ആണ്. അപ്പൊ അത് സാധാരണ പ്രദേശത്തായിരിക്കില്ല, ഇത്തി അന്തരത്തിൽ ഉള്ളിലോട്ടുള്ള പ്രദേശത്തായിരിക്കും എന്ന് ഓർത്തോളൂ. അതാണ് ആന്ധ്രാപ്രദേശ്. ആ 1000 പില്ലർ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹാനം കൊണ്ടയാണ് എന്നോർത്തോളൂ. 1000 പില്ലർ ടെമ്പിൾ ഹാനം കൊണ്ട, ആന്ധ്രാപ്രദേശ്. അങ്ങനെ കണക്ട് ചെയ്യണം. എങ്കിൽ ഐരാവതേശ്വര ടെമ്പിള് തമിഴ്നാടു ആണ്. ഓക്കെ, തമിഴ്നാട്ടിലെ ആനയാണ് ഐരാവതം എന്നും ഓർത്തോളൂ. ഐരാവതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളുത്ത ആനയല്ലേ, ഇന്ദ്രന്റെ വന്നിട്ട് വാഹനം എന്നാണ് തോന്നുന്നത്. അപ്പൊ വെളുത്ത ആനയാണ്. അപ്പൊ ഐരാവതം എവിടെയാണ് എന്ന് ഓർത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ അടുത്തുള്ള സ്റ്റേറ്റ് ആയിട്ടുള്ള തമിഴ്നാട്ടിലാണ്. അപ്പൊ ഐരാവതേശ്വര ടെമ്പിള് തമിഴ്നാട്ടിലാണ്. എങ്കിൽ ജമാ മസ്ജിദ് ഡൽഹിയാണ്. ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള മസ്ജിദ് ആണ് ജമാ മസ്ജിദ്. ഇങ്ങനെ ഓർത്താൽ മതി. ഡൽഹി നമ്മുടെ ക്യാപിറ്റലാണ്. ഏറ്റവും കൂടുതൽ പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഇന്ത്യയിലെ സിറ്റികളിൽ ഒന്നാണ്. അവിടെ ഫോഗ് മേഘങ്ങളൊക്കെ നിൽക്കും. അപ്പൊ ഭയങ്കര ചുമയായിരിക്കും. ആ മസ്ജിദിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ചുമ വരും എന്ന് ഓർത്തോളൂ. അത് ലാർജസ്റ്റ് മസ്ജിദും കൂടെയാണ്. അതാണ് ജമാ മസ്ജിദ്. ന്യൂഡൽഹി ലാർജസ്റ്റ് ആണ് എന്ന് ഓർത്തോളൂ. എങ്കിൽ മോട്ടി മസ്ജിദ് ആഗ്രയിലാണ്. നമുക്ക് ഏത് മസ്ജിദിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാലാണ് മോട്ടിവേഷൻ കിട്ടാൻ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മോത്തി മസ്ജിദ് ആഗ്രയിലാണ്. മോട്ടിവേഷൻ കിട്ടുന്ന മസ്ജിദിൽ പോകാനായിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കും അല്ലേ. അങ്ങനെയും ഓർത്തോളൂ. മോട്ടി മസ്ജിദ് ആഗ്ര. എങ്കിൽ ചേരാമൻ ജുമാ മസ്ജിദ് എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തൃശ്ശൂരാണ്, കേരള. ചേരാമൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും, ചേര എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ മലയാളം അല്ലേ. അപ്പൊ ചേരാമൻ ജുമാ മസ്ജിദ് നമ്മുടെ സാംസ്കാരിക തലസ്ഥാനമായിട്ടുള്ള, കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എവിടെയാണ്? തൃശ്ശൂരിലാണ്. അങ്ങനെയും ഓർത്തോളൂ. എങ്കിൽ ഇന്ത്യയുടെ കൾച്ചറൽ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന സ്റ്റേറ്റ് ഏതാണ് എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം വന്നിട്ട് തൃശ്ശൂരാണ്. അതുപോലെ ഇന്ത്യയുടെ ആണെന്നുണ്ടെങ്കിൽ എവിടെയെന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ. എങ്കിൽ ബസലിക്ക ഓഫ് ബോം ജീസസ് ചർച്ച് എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗോവയിലാണ്. ഒരു പൊളിപ്പേരല്ലേ ബസലിക്ക ഓഫ് ബോം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അതേപോലെ ഒരു പൊളി സ്ഥലത്താണ് ഇരിക്കുന്നതെന്ന് ഓർത്തോളൂ. ഗോവയിലാണ്. അത് പോർച്ചുഗീസുകാരാണ് അവിടുത്തെ കൂടുതൽ കൺസ്ട്രക്ഷൻ ഒക്കെ ചെയ്തിട്ടുള്ളത്. പോയി കഴിഞ്ഞാൽ അറിയാം, നല്ല രസമുള്ള ഒരു സ്റ്റേറ്റ് ആണ്. അപ്പൊ ബസലിക്ക ഓഫ് ബോം സ്റ്റൈലിഷ് പേരാണ്. അപ്പൊ സ്റ്റൈലിഷ് പേരുള്ള ചർച്ച് ബസലിക്ക ഓഫ് ബോം ജീസസ് ചർച്ച് ഗോവയിലാണ്. എങ്കിൽ സെന്റ് പോൾ കത്തീഡ്രൽ ചർച്ച് എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊൽക്കട്ട. പോളിന്റെ ചർച്ച്, പോള് കോള് അങ്ങനെ ഓർത്തോളൂ. കൊൽക്കട്ട. പോൾ കത്തീഡ്രൽ ചർച്ച് കൊൽക്കട്ടയിലാണ്. എങ്കിൽ സാന്താ ക്രൂസ് കത്തീഡ്രൽ ബസലിക്ക ചർച്ച് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊച്ചിയിലാണ്. കൊച്ചിയിൽ കാർണിവൽ ഒക്കെ നടക്കുമ്പോഴത്തേക്ക് അവസാനം സാന്താക്ലോസിന്റെ വലിയ രൂപമൊക്കെ വന്നിട്ട് അവസാനം കത്തിച്ചൊക്കെ ആയിരിക്കില്ല ആഘോഷം നടക്കുന്നത്. നമ്മുടെ ചോട്ടാ മുംബൈ സിനിമയുടെ ക്ലൈമാക്സിൽ സാന്താക്ലോസിന്റെ വലിയൊരു പ്രതിമ പോലത്തെ രൂപമൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനുള്ളിലാണ് സായികുമാരേട്ടനെ വെച്ചിട്ട് കത്തിക്കാനായിട്ട് നോക്കുന്നത്. ലാസ്റ്റ് ലാലേട്ടനും ഗ്യാങ്ങും പോയി രക്ഷിക്കും. അപ്പൊ അത് വെച്ചിട്ട് ഓർത്താൽ മതി. സാന്താക്ലോസിന്റെ രൂപമൊക്കെ വെച്ചിട്ട് കാർണിവൽ നടത്തുന്നത് എവിടെയാണ്? കൊച്ചിയിലാണ്. അപ്പോ അത് വെച്ചിട്ട് ഓർത്താൽ മതി. സാന്താ ക്രൂസ് കത്തീഡ്രൽ ബസലിക്ക ചർച്ച് എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊച്ചിയിലാണ്. അപ്പൊ നമുക്ക് നോക്കേണ്ട ആരാധനാലയങ്ങൾ അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നോക്കേണ്ടത് ഇന്ത്യയിൽ നമ്മൾ മെയിൻ ആയിട്ട് പഠിച്ചിരിക്കേണ്ട പാലസ് ആണ്, കൊട്ടാരങ്ങളാണ്. അപ്പൊ നമുക്ക് അത് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ആനന്ദ് ഭാഗ് പാലസ് ബീഹാറിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇങ്ങനെ കണക്ട് ചെയ്തോളൂ. ഹിന്ദിയിൽ ഭാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടുക. ഭാഗ് മിൽക്ക ഭാഗ് സിനിമയൊക്കെ കേട്ടിട്ടില്ലേ? മിൽഖ സിംഗിനെ കുറിച്ചിട്ട് എടുത്ത സിനിമയാണ്.
അപ്പൊ ഭാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടുക. മിൽഖാ സിംഗ് ഒക്കെ ഓട്ടക്കാരനല്ലേ, അത് വെച്ചിട്ട് ഓർത്താൽ മതി. ആനന്ദ് ഭാഗ് പാലസ്, ഒരാള് ആനന്ദത്തോടുകൂടി ഓടുകയാണ് ഒരു പാലസിലോട്ട്. എന്തിനായിരിക്കും? അത് ബിയർ അടിക്കാനാണ് എന്നോർത്തോളൂ. അപ്പൊ അതുമായിട്ട് കണക്ട് ചെയ്ത ഒരു പേരാണ് ബിയർ, ബീഹാർ എന്ന് കണക്ട് ചെയ്യണം. നമ്മൾ ഫസ്റ്റ് ബോധ്ഗയ ടെമ്പിൾ, ബോധം പോകുന്നത് ബീർ അടിക്കാൻ, ബീഹാർ എന്നല്ലേ ഓർത്തത്. അപ്പൊ ആനന്ദത്തോടുകൂടി ഓടുന്നത് എന്തിനാണ്? ബീർ അടിക്കാൻ. ആനന്ദ് ഭാഗ് പാലസ്, ബീഹാർ, അങ്ങനെ ഓർക്കണം. എങ്കിൽ അഹോം രാജാസ് പാലസ് എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അസമാണ്. അഹോം പോലത്തെ പേരല്ലേ അസം, അസം അഹം, അഹം അസം, അങ്ങനെ ഓർത്താൽ മതി. അല്ല എന്നുണ്ടെങ്കിൽ സാമാണ് അഹത്ത് എന്നും ഓർത്തോളൂ. അഹോം രാജ പാലസ് അസമിലാണ്. എങ്കിൽ ബോൾഗാട്ടി പാലസ് എവിടെ എന്ന് ചോദിക്കും, അത് കൊച്ചിയിലാണ്. ഇങ്ങനെ ഓർത്തോളൂ. ബോൾഗാട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലനും കുട്ടി എന്നൊക്കെ പറയുന്ന പോലെ പേര് പോലത്തെ അല്ലേ, നിങ്ങൾക്ക് അറിയായിരിക്കും ബോൾഗാട്ടി കൊച്ചിയിലാണെന്ന്, എങ്കിലും ഞാൻ പറയുന്നേ ഉള്ളൂ. ബോൾഗാട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലൻ, കുട്ടി, അങ്ങനെയൊക്കെ ഓർത്തോളൂ. ബോൾഗാട്ടി പാലസ്, ബാലനും കുട്ടിയൊക്കെ വന്നിട്ട് കൊച്ചല്ലേ, യെസ് കൊച്ചിയിലാണ് എന്നും ഓർത്തോളൂ. എങ്കിൽ ലേക്ക് പാലസ് എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉദയ്പൂരിലാണ്. ലേക്കില് അടുത്തുള്ള പാലസ് അല്ലെ, കായല് തടാകത്തിനടുത്തുള്ള പാലസിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഉദയം കാണാം എന്നോർത്തോളൂ. ലേക്ക് പാലസ് ഉദയ്പൂര്. എങ്കിൽ ജയ്വിലാസ് പാലസ് ഗോളിയാറ് അല്ലേ. ജയിച്ച് വിലസണം എന്നുണ്ടെങ്കിൽ ഫുട്ബോളിലും ഹോക്കിയിലൊക്കെ ഗോൾ അടിക്കണം, അങ്ങനെ ഓർക്കണം. ജയ് വിലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിച്ച് വിലസണം എന്നുണ്ടെങ്കിൽ ഗോൾ അടിക്കണം. ആ ഗോള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോളിയാണ്, അങ്ങനെ കണക്ട് ചെയ്തോളൂ. എങ്കിൽ ബസ്താർ പാലസ് ഛത്തീസ്ഗഡ് ആണ്. ബസ്താറില് ഒരു ബസ് ഉണ്ടല്ലോ, അവിടെ ആ ബസ്സിലായിരിക്കണം ആ ബസ്താർ പാലസിൽ പോകേണ്ടത്. ആ ബസ്സിന്റെ ചാർജ് 36 rupees ആണ് എന്നോർത്തോളൂ. ഹിന്ദിയിൽ 36 എന്നാൽ 36 എന്നല്ലേ. അപ്പൊ ബസ്താർ, അതിലൊരു ബസ് ഉണ്ട്, ബസ്സിന്റെ ടിക്കറ്റ് ഛത്തീസ്ഗഡിലാണ്. എങ്കിൽ അംബ വിലാസ് പാലസ് മൈസൂരിലാണ്. അംബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കന്നഡയിലൊക്കെ വന്നിട്ട് അമ്മ എന്നല്ലേ, മൂകാംബെ, ജഗദംബ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അമ്മ എന്നാണ്. അപ്പൊ അത് വെച്ചിട്ട് അംബ വിലാസ് പാലസ്, മൈ അംബ എന്നാണ് അവർ പറയുന്നതെന്ന് ഓർത്തോളൂ. മൈ എന്നാൽ മൈസൂരാണ്, അംബ വിലാസ് പാലസ് മൈസൂര്. മൈ അംബ, മൈ അമ്മ എന്നൊക്കെ പറയുന്ന പോലെ ഓർത്താൽ മതി. എങ്കിൽ മൺസൂൺ പാലസും ഉദയ്പൂരിലാണ്. മൺസൂണിൽ പോയി കഴിഞ്ഞാൽ ഉദയം കാണാമെന്നും ഓർത്തോളൂ. അല്ല എന്നുണ്ടെങ്കിൽ മൺസൂണിൽ ഫ്രണ്ടിൽ ഒരു 3 പോലെയല്ലേ, ഈ ഫസ്റ്റിലത്തെ MON, അത് 3 പോലെയാണ് എന്നും ഓർത്തോളൂ. മൂണല്ലേ ഉദിക്കുന്നത്, ചന്ദ്രൻ ഉദിക്കുന്നു എന്നൊക്കെ കേട്ടില്ലേ. അപ്പൊ 3 ഉദിക്കും, മൺസൂണിലെ ആ 3 ഉദിക്കും എന്നോർത്തോളൂ. അത് ഉദയ്പൂരിലാണ് മൺസൂൺ പാലസ്. എങ്കിൽ നാർഗോണ പാലസ് അതും ബീഹാറിലാണ്. ഇങ്ങനെ ഓർത്തോളൂ. ബിയർ അടിച്ചിട്ട് ഒരു നാരായണൻ കണപുണ പറയുകയാണ്. താളവട്ട സിനിമയിൽ വന്നിട്ട് ജഗതിച്ചേട്ടൻ കള്ളും കുടിച്ചിട്ട് വന്നിട്ട് പറയുമല്ലോ, യൂക്കാലിസോ മരങ്ങളുടെ ഇടയിൽ 2 യുവമിഥുനങ്ങൾ. അപ്പൊ സോമൻ ചേട്ടൻ ചോദിക്കും, നാരായണ പുരായണ, ആ ഡയലോഗ് ഇല്ലേ. അപ്പൊ ആ നാരായണൻ കണകുണ പറയുന്ന വെച്ചിട്ട് ഓർത്താൽ മതി. പുള്ളി ബിയർ അടിച്ചിട്ടാണ് വരുന്നത്. യെസ്, നാർഗോണ പാലസ് ബീഹാറിലാണ്. ഓക്കെ അല്ലേ. എങ്കില് രാംബാഗ് പാലസ് ജയ്പൂരിലാണ്. ജയ് ശ്രീരാം എന്നൊക്കെ അല്ലേ പറയുന്നത്. അപ്പൊ രാമന്റെ മുന്നിൽ ഒരു ജയ് കാണും, അങ്ങനെ കണക്ട് ചെയ്തോളൂ. അപ്പൊ ജയ് റാം എന്നോർത്തോളൂ. ജയ് റാം ബാഗ്, യെസ് ജയ്പൂരിലാണ്. എങ്കിൽ ജയ് മഹൽ പാലസും ജയ്പൂരിലാണ്. ജയ് മഹൽ, അതിലൊരു ജയ് ഉണ്ട്, ഇതിലൊരു ജയ് ഉണ്ട്. എങ്കിൽ ജയിച്ച് വിലസണം എന്നുണ്ടെങ്കിൽ ഗോൾ അടിക്കണം. അതാണ് ജയ് വിലാസ് പാലസ് ഗോളിയാറ്. ഇത് ജയ് മഹലാണ്, അത് ജയ് ഉള്ള ജയ്പൂരിൽ തന്നെയാണ് എന്നോർത്തോളൂ. എങ്കിൽ നീർമഹല് അഗർത്തല. നീര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലത്തിനെയൊക്കെ നീരെന്ന് പറയുമല്ലോ, നീരുറവ എന്നൊക്കെ പറയുമ്പോ ആ നീര് തലയിലല്ലേ വീഴുന്നത്, തലയിലാണ് വീഴുന്നതെന്ന് ഓർത്തോളൂ. അപ്പൊ നീർമഹല് അത് തലയിൽ വീഴുന്നു എന്നോർത്തോളൂ. അതാണ് അഗർത്തല, തലയുടെ അകത്ത് നീര് വീഴുന്നു. നീർമഹല് അഗർത്തല. എങ്കിൽ ഉജ്ജയന്ത പാലസ് അതും അഗർത്തലയിലാണ്. ഉജ്ജയന്ത പാലസും അഗർത്തലയിലാണ്. തലയെ നമ്മൾ ഉച്ചി എന്നൊക്കെ പറയുമല്ലോ, അത് വെച്ചിട്ടും ഉച്ചി, ഉജ്ജയന്ത അങ്ങനെ കണക്ട് ചെയ്തോളൂ. ഉജ്ജയന്ത പാലസ് അഗർത്തലയിലാണ്. എങ്കിൽ മദൻ പാലസ് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജബൽപൂരിലാണ്, മധ്യപ്രദേശിലാണ്. മദൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ടൻ എന്നോർത്തോളൂ. മണ്ടന്റെ പാലസ്. അപ്പൊ അവരെല്ലാവരും ജപ 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 എന്നായിരിക്കും പറയുന്നത്. ഏത് സിനിമയില് ഈ പഞ്ചാബി ന്യൂസിലാണെന്നുണ്ടായി കൊച്ചി കഴിയുമ്പോ ചേട്ടൻ വന്നിട്ട് ജപ ജപ എന്നൊക്കെ പറയുമല്ലോ. അപ്പം മദൻ പാലസ് മണ്ടന്മാരാണ് എന്ന് ചോദിച്ചാൽ ജപ ജപ എന്ന് പറയും. അത് മധ്യപ്രദേശിലാണ് എന്ന് ഓർത്തോളൂ. മണ്ടൻ വന്നിട്ട് മദ്യവും കുടിച്ചിട്ടാണ് ജപ ജപ എന്ന് പറയുന്നതെന്ന് ഓർത്തോളൂ. മണ്ടൻ പാലസ് ജബൽപൂര്, മധ്യപ്രദേശ്. എങ്കിൽ റെഡ് പാലസ് അല്ലെങ്കിൽ ലാൽ മഹല്. ലാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദിയിലെ റെഡ് എന്നല്ലേ. റെഡ് പാലസ് സ്ഥിതി ചെയ്യുന്നത് പൂനെയിലാണ്. റെഡ് പാലസ്, ചുവന്ന പാലസിൽ പെണ്ണുണ്ട് എന്നോർത്തോളൂ. ആ പെണ്ണാണ് പൂനെ. പൂനെ പെണ്ണ്, അങ്ങനത്തെ ഒരു പ്രൊണൗൺസിയേഷൻ അല്ലേ. എങ്കിൽ ആഗാ ഖാൻ പാലസ് പൂനെയിലാണ്. ആഗാ ഖാൻ പാലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്തുള്ള പാലസ് എന്നും ഓർത്തോളൂ. അകത്തുള്ള പാലസിൽ പോയി കഴിഞ്ഞാലും പെണ്ണിനെ കാണാം, അതാണ് പൂനെ.
അപ്പോ ചുവന്ന പാലസിലും പെണ്ണുണ്ട്, അകത്തുള്ള പാലസ് അതാണ് ആഗാഖാൻ പാലസ്, അവിടെയും പെണ്ണുണ്ട്. രണ്ടും പൂനെയിലാണ്, ആഗാഖാൻ പാലസും റെഡ് പാലസും എന്ന് ഓർത്തോളൂ. എങ്കിൽ ലേക്ക് പാലസ് നേരത്തെ പറഞ്ഞായിരുന്നു, ലേക്കിൽ പോയി കഴിഞ്ഞാൽ ഉദയം കാണാന്ന്. യെസ്, ലേക്ക് പാലസ് വന്നിട്ട് ഉദയ്പൂരിലാണ്. സിറ്റി പാലസ് അതും ജയ്പൂരിലാണ്. ജയ്പൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിങ്ക് സിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ അത് വെച്ചിട്ട് ആ പിങ്ക് സിറ്റി ജയ്പൂര്. അപ്പോ ജയ്പൂര് പിങ്ക് സിറ്റി പാലസ് പോലെയല്ലേ സിറ്റി പാലസ്, അങ്ങനെ കണക്ട് ചെയ്തോളൂ. എങ്കിൽ ആംബർ പാലസ്, ആംബർ ഫോർട്ട് എന്നിവ സ്ഥിതി ചെയ്യുന്നതും രാജസ്ഥാനിലുള്ള ജയ്പൂരിലാണ്. ഈ ജയ്പൂർ എവിടെയെന്ന് ചോദിക്കും, അത് രാജസ്ഥാനിലാണ്. രാജാവല്ലേ സ്ഥിരം ജയിക്കുന്നത്, അങ്ങനെ വേണമെങ്കിലും കണക്ട് ചെയ്തോളൂ. അപ്പൊ ആംബർ പാലസ്, ആംബർ ഫോർട്ട് എന്നിവ ജയ്പൂരിലാണ്. ആംബർ എന്നാൽ ആംബിയർ എന്ന് ഓർത്തോളൂ. ആംബിയർ ഉള്ള ആൾക്കാരായിരിക്കും എപ്പോഴും ബലപരീക്ഷണത്തിലൊക്കെ ജയിക്കുന്നത്. അപ്പൊ അത് വെച്ചിട്ട് കണക്ട് ചെയ്യണം. ആംബർ എന്നാൽ ആംബർ പാലസ്, ആ പാലസിൽ ആംബിയർ ഉള്ളവരായിരിക്കും ജയിക്കുന്നത്. യെസ്, ജയ്പൂര്. എങ്കിൽ മൃഗയാനി പാലസ് അത് ഗോളിയാറിലാണ്. ഇങ്ങനെ ഓർത്താൽ മതി. ആ പാലസിലുള്ള മൃഗങ്ങളെല്ലാം ഗോളത്തിലുള്ള കൂട്ടിനുള്ളിലായിരിക്കും. ആ ഗോളമാണ് ഗോളിയാറ്. മൃഗയാനി പാലസ്, അവിടുത്തെ മൃഗങ്ങളെല്ലാം ഗോളത്തിലെ കൂട്ടിനുള്ളിൽ, അതാണ് ഗോളിയാറ്. അങ്ങനെ കണക്ട് ചെയ്യണം. എങ്കിൽ ഹവാമഹല് ജയ്പൂര് നിർമ്മിച്ചത് ആര് എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് സവായ് പ്രതാപ് സിംഗ് ആണ്. അല്ലെ, ആരെങ്കിലും ജയിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ ഹരേ വാ എന്നല്ലേ പറയുന്നത്, അല്ലെ ഹ വാ എന്നോർത്തോളൂ. അത് ഹരേ വാ എന്ന് പറയും, എന്ന് പറഞ്ഞ് മഹലിലേക്ക് ക്ഷണിക്കും. അതാണ് ഹവാ മഹല്. ഹരേ വാ എന്ന് പറഞ്ഞ് മഹലിലേക്ക് ക്ഷണിക്കണമെന്നുണ്ടെങ്കിൽ ജയിച്ച് വരണം. അതിൽ ഹ വാ എന്ന് പറഞ്ഞ് മഹലിലേക്ക് ക്ഷണിക്കണമെന്നുണ്ടെങ്കിൽ ജയിച്ച് വരണം. ജയ്പൂരാണ്. ജയിച്ചു വരുന്ന ആൾക്കാർക്ക് വന്നിട്ട് പ്രതാപത്തോടു കൂടി ഷവായി വന്നിട്ട് സമ്മാനവും നൽകും എന്നോർത്തുള്ളതാണ്. ഷവായ് പ്രതാപ് സിംഗ് ആണ് ഹ വാ മഹല് വന്നിട്ട് നിർമ്മിച്ചത്. നിങ്ങൾക്ക് കണക്ട് ആവുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്കിൽ ലക്ഷ്മി വിലാസ് പാലസ് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വഡോദരയാണ്, ഗുജറാത്താണ്. ലക്ഷ്മി വിലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സരവണ ഭവൻ, ലക്ഷ്മി വിലാസം എന്നൊക്കെ പറയുന്ന ഹോട്ടലിന്റെ പേര് പോലെ അല്ലേ. അപ്പൊ ലക്ഷ്മി വിലാസത്തിൽ പോയി കഴിഞ്ഞാൽ നല്ല വട കിട്ടും എന്ന് ഓർത്തോളൂ. അപ്പൊ വഡോദര, ലക്ഷ്മി വിലാസം. വഡോദര നിങ്ങൾക്കറിയാം മോഡിയുടെ നിയോജക മണ്ഡലമാണ്, സ്വാഭാവികമായിട്ടും ഗുജറാത്തിലായിരിക്കും. അപ്പൊ ലക്ഷ്മി വിലാസത്തിൽ പോയാൽ വട കിട്ടും എന്നോർത്തോളൂ. വഡോദര ഗുജറാത്തിലാണ്. എങ്കിൽ പത്മനാഭപുരം പാലസ് നിങ്ങൾക്കറിയായിരിക്കും. പത്മനാഭ സ്വാമി ടെമ്പിൾ സ്ഥിതി ചെയ്യുന്ന എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തിരുവനന്തപുരമാണ്. ആ ഓർമ്മയില് പത്മനാഭപുരം പാലസ് എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരം എഴുതരുത്. ബോർഡർ പ്രദേശത്ത് പഴയ കേരളത്തിന്റെ ഭാഗമായിരുന്ന, തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന തക്കല തമിഴ്നാട്ടിലാണ്, തമിഴ്നാട്ടിലാണ് പത്മനാഭപുരം പാലസ്. ആ കാലത്ത് അവിടെയുള്ള തിരുവിതാംകൂർ രാജാക്കന്മാരൊക്കെ തക്കലയിലുള്ള ഈ പത്മനാഭപുരം പാലസിൽ നിന്നും പത്മനാഭനെ കാണാൻ വേണ്ടി തമിഴ്നാട്ടിൽ നിന്നും ട്രിവാൻഡ്രത്തോട്ട് പോകും എന്നോർത്തോളൂ. ഒരു 30-35 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ. അങ്ങനെ പത്മനാഭദാസന്മാര് പത്മനാഭപുരത്ത് നിന്നും പത്മനാഭനെ കാണാനായിട്ട് പോയി. അത് തക്കലയിൽ നിന്നാണ് താലം കൊണ്ട് പോയെന്നും ഓർത്തോളൂ. അപ്പൊ തക്കല തമിഴ്നാട്ടിലാണ് പത്മനാഭപുരം പാലസ്. എങ്കിൽ ഫലക്നാമ പാലസ് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹൈദരാബാദിലാണ്, തെലങ്കാനയിലാണ്. ഫലക്നാമ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഓർത്താൽ മതി. ഹൈദർ ഫലിതപ്രിയനാണ്, അതാണ് ഫലക്നാമ. ഫലിതം പോലത്തെ പേരല്ലേ. ആരാണ് ഫലിതപ്രിയൻ? അത് ഹൈദർ ആണ് എന്ന് ഓർത്തോളൂ. അപ്പൊ ഹൈദരാബാദ് ഫലക്നാമ പാലസ് ചെയ്യുന്നത് ഹൈദരാബാദിലാണ്. ഹൈദരാബാദ് ഇപ്പോ തെലങ്കാനയിലാണ്. പണ്ട് ആന്ധ്രയുടെ ഭാഗമായിരുന്നു. 2014 ജൂണിലാണ് ആന്ധ്രയും തെലങ്കാനയും തമ്മിൽ വേർതിരിച്ചല്ലേ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ക്ലാസ്സിൽ പഠിക്കാനായിട്ടുള്ളത്. നിങ്ങൾക്ക് കണക്ട് ആയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്റ്റാറ്റിക് GK എന്ന ഭാഗത്തു നിന്നും മത്സര പരീക്ഷയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, പഠിച്ചിരിക്കേണ്ട വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. കാരണം PSC ആണെന്നുണ്ടെങ്കിലും റെയിൽവേ എക്സാം ആണെന്നുണ്ടെങ്കിലും SSC ആണെന്നുണ്ടെങ്കിലും സ്റ്റാറ്റിക് GK നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും വരുന്നത്. അപ്പോൾ ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. സ്റ്റാറ്റിക് GK നിന്നും നമ്മൾ ധാരാളം ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റിൽ പോയി സ്റ്റാറ്റിക് GK എന്ന ഭാഗത്ത് നിങ്ങൾ നോക്കിക്കോളൂ. അപ്പോൾ എക്സാമിന് മാർക്ക് സ്കോറിംഗ് മേഖലയാണ് ഇതൊക്കെ. അപ്പോൾ ഈ രീതിയിൽ തന്നെ നിങ്ങൾ കണക്ട് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ ഈ ക്ലാസ്സിന്റെയൊക്കെ നോട്ട് വേണമെന്നുണ്ട് എങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും, അവിടെ ജോയിൻ ചെയ്തോളൂ. അത് മാത്രമല്ല യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്ലാസ്സും റെഗുലറായിട്ട് ഞാൻ അവിടെ അതിന്റെ ലിങ്ക് ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ്സും മിസ്സാകത്തില്ല. അപ്പോൾ ക്ലാസ് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണ് എന്നുണ്ടെങ്കിലും കമന്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. ക്ലാസ് റെഗുലറായിട്ട് നിങ്ങളിലേക്ക് എത്തുവാനായിട്ട് ബെല്ലൈക്കണിലും ക്ലിക്ക് ചെയ്തോളൂ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. വിഷ്ണു ചിരഞ്ജിത്ത്. പഠിക്കൂ പഠിച്ചുകൊണ്ടിരിക്കും.